നമസ്കാരം. ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ സംശയാസ്പദമായിട്ടുള്ള പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ആത്മനിയന്ത്രണത്തോടുകൂടി ഗുരു കാരണവന്മാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതും അവലംബിക്കുന്നതും കുടുംബാംഗങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുന്നതും ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാൻ സാധിക്കും. ഫലപ്രാപ്തി നേടുവാനുള്ള യോഗമുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധിക്കും. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും. ചർച്ചകളിൽ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കുവാൻ പലപ്പോഴും ചർച്ചകൾ മാറ്റിവെക്കുവാനോ കൂടുതൽ സമയം ചർച്ചകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരും. വിധിയെ പഴിക്കാതെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള കഴിവും പ്രാപ്തിയും അറിവും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രാക്ലേശം വർദ്ധിക്കും. സമ്മർദ്ദമായിട്ടുള്ള പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ പലപ്പോഴും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും കഴിവും പ്രാപ്തിയും അറിവുമുണ്ടെങ്കിലും പ്രതീക്ഷിച്ച പോലെ അവതരിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ മാന്ദ്യം അനുഭവപ്പെടുവാനുള്ള സാധ്യതയുള്ളതിനാൽ സാമ്പത്തികമായിട്ടുള്ള മറ്റൊരു പോംവഴി കണ്ടെത്തേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാൻ സാധിക്കും. ഗുണകരമെന്ന് തോന്നുന്ന പല പ്രസ്ഥാനങ്ങൾക്കും ആത്മാർത്ഥമായി നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഫലപ്രദമായി തീരുവാനും യോഗമുണ്ട്. ഒരുപക്ഷെ ഈ ഏറ്റെടുക്കുന്നതും പ്രവർത്തന തലങ്ങൾ മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അതിനൊരു പരിണത ഫലം എന്ന് പറയുന്നത് പണം മുതൽ മുടക്കുന്നതാണെങ്കിൽ പോലും അതിനുള്ളൊരു പരിണത ഫലം ഒരു പക്ഷേ വരുന്ന സെപ്റ്റംബർ മാസത്തിനും ശേഷം മാത്രമേ ഉണ്ടായിത്തീരുകയുള്ളൂ. അതായത് ദീർഘകാലം എന്ന ലക്ഷ്യത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തന മേഖലകൾക്ക് തുടക്കം കുറിക്കുവാനോ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള അവസരം ഈ മാർച്ച് മാസത്തിൽ ഉത്തര നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. ഇത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും ഉത്തര നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നു. നമസ്കാരം.